and all the staff present here. നമ്മൾ നിത്യഹരിത നായിക എന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ നിത്യഹരിത ഡോക്ടർ എന്ന് ഞാൻ കണ്ടേക്കുന്നത് രമണി മാഡത്തിനാണ്. ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സ്ത്രീ അവരെ തന്നെ ക്യാരി ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. കാരണം സാരി ഡ്രേപ്പിംഗ് ആയിക്കോട്ടെ, അതിന്റെ ബ്ലൗസ് ആയിക്കോട്ടെ, ഞാൻ കുഷുപ്പായിട്ട് തോന്നുന്നു. എപ്പോ കാണുമ്പോഴും സുധീന്ദ്രയിലെ ഒരു ഐശ്വര്യം രമണി മാഡമാണ്, ഒരു സംശയം വേണ്ട. അല്ല, അത് പറയിപ്പിക്കാനുള്ള ഇടപെടുത്തിയത് മാഡമാണ്. പിന്നെ മാഡത്തിന് ഡോക്ടർ എന്ന് മാത്രമല്ല, നല്ല കലാകാരിയാണ്. ഡ്രോയിങ് സ്കിൽ അത് ഭയങ്കര. കാരണം ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആ വരപ്പിൽ മാഡം കളയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലൈഫിൻ്റെ എല്ലാ സ്ട്രെസ്സും മാഡം അങ്ങനെ വരച്ചുകൊണ്ട് കളയുമെന്ന് തോന്നുന്നു. ഈ 32 കൊല്ലവും മാനേജ്മെന്റ് മാറി വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും മാഡത്തിൻ്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ ഈ 30 കൊല്ലത്തെ ഒരു സർവീസിൽ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നോ നമ്മുടെ സ്റ്റാഫിൻ്റെയോ വേറെ ആരെങ്കിലും സൈഡിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ മാഡം അത് സുധീന്ദ്രൻ എടുത്ത് ക്ഷമിക്കണം. മനഃപൂർവ്വമായിട്ട് ഒരു വിഷമിപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. കൂടെ തന്നെ നിന്നിട്ടുണ്ട്. അന്ന് തന്നെ ഇത് മെഡിക്കൽ ലീഗലൊക്കെ കേസ് വന്നപ്പോൾ നമുക്കുള്ള ടെൻഷനേലും കൂടുതലായിരുന്നു മാഡത്തിന്. പക്ഷേ ഈ സംഭവം അത് സിമ്പിളായിട്ട് നമ്മൾ അത് തീർത്തു. പിന്നെ മാഡം ഇവിടുന്ന് ഇന്ന് ഒരു റിട്ടയർമെന്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ലേബർ റൂമും എല്ലാം എപ്പോഴും മാഡത്തിന് ഓപ്പൺ ആണ്. കാരണം കമ്മിറ്റ്മെന്റിലൊക്കെ ഇവിടെ വരേണ്ടി വരും. ആൻഡ് നമുക്ക് ഏറ്റവും സങ്കടമാണ്, കാരണം റിട്ടയർമെന്റ് ആയിട്ട് ഇവിടുന്ന് ആൾക്കാർ പോകുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. കാരണം നമ്മളെ ഇത്ര കൊല്ലം സർവീസ് ചെയ്ത് ഹോസ്പിറ്റലിലെ നന്മയ്ക്ക് വേണ്ടിയും രോഗികളുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ നിന്ന് സഡൻലി നമ്മളെ ഡെയിലി കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു സങ്കടമായ ഒരു ദിവസമാണ്. പക്ഷേ ഏതായാലും ഫാമിലി ഉണ്ട്, വണ്ടർഫുൾ ഫാമിലി ഉണ്ട്, വിദേശത്തുണ്ട്. അവിടെയൊക്കെ ചെന്ന് ഫാമിലിയുടെ കൂടെ നല്ല സമയം ഇനി സ്പെൻഡ് ചെയ്യട്ടെ. അതിന് നല്ല ആരോഗ്യം മാഡത്തിന് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.